ഹലോ, വെൽക്കം ടു ലണ്ടൻ സ്പെയർ ഫാമിലി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജിമെയിൽ അക്കൗണ്ട് ക്രിയേഷനെ പറ്റിയാണ്. ഒരു കമ്പനിക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നമുക്ക് നല്ലത്. അപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നമ്മുടെ ക്ലയൻസിന്റെ ഡീറ്റെയിൽസ്, ക്ലയൻസ് അയക്കുന്ന മെയിൽസ് ഒക്കെ നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടി പെർട്ടിക്കുലർ ആയിട്ടൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതുമാത്രമല്ല, നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിൽ അവർക്ക് അതിലൂടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ മൊത്തവും ഈ ഒരു ജിമെയിൽ അക്കൗണ്ടിലൂടെ ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ട് എങ്ങനെയാണ് ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ആദ്യമേ ആഡ് അനദർ അക്കൗണ്ട് നമുക്ക് കൊടുക്കാം. ആഡ് അനദർ അക്കൗണ്ട് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമ്മൾ ഏത് പർപ്പസിന് വേണ്ടിയാണ് ഈ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്? നമ്മളുടെ ഇപ്പോഴത്തെ ഒരു നീഡ് എന്ന് പറയുന്നത് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഈ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഫോർ വർക്ക് ഓർ മൈ ബിസിനസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും യൂസർ നെയിമും ഇമെയിൽ ഐ ഡി എല്ലാം നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതൊരു പേഴ്സണൽ ബ്രാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജിമെയിൽ അക്കൗണ്ട് ആണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ ലേൺ വിത്ത് ജോയിഷ് എന്ന് കൊടുക്കാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ യൂസർ നെയിം നമുക്ക് ലേൺ വിത്ത് ജോയിഷ് എന്നുള്ള മെയിൽ ഐ ഡി ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, അതിനുശേഷം പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് അടിക്കുക. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കാവുന്നതാണ്. ഞാൻ എൻ്റെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. നമ്മളൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി, നമ്മുടെ ജിമെയിൽ ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടി. ഇപ്പൊ തന്നെ നിങ്ങളിപ്പോ ലേൺ വിത്ത് ജോയിഷ് എന്ന് കൊടുത്തതിന് പകരം നിങ്ങളുടെ കമ്പനി നെയിം എന്താണോ അതാണ് അവിടെ കൊടുക്കേണ്ടത്. സോ അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഒരു റിക്കവറി ഇമെയിൽ അഡ്രസ്സ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. അപ്പം അത് കൊടുത്തു. കാര്യം ഇങ്ങനെ ഒന്ന് നമുക്ക് ഓപ്ഷനിലാണ് കൊടുക്കണം എന്നില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അപ്പം നമ്മൾ ഈ ഒരു ഇമെയിൽ ഐ ഡി ഞാൻ കൊടുത്തു. അതിനുശേഷം അത് നമുക്ക് ഡേറ്റ് കൊടുക്കണം. സോ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 വയസ്സിന് മുകളിലുള്ള നമ്പർ ആയിരിക്കണം കൊടുക്കേണ്ടത്. നമ്മുടെ കമ്പനി ചിലപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് 2 years ആയിട്ടുള്ളൂ, പക്ഷെ അവിടെ അതല്ല കൊടുക്കേണ്ടത്. ഓക്കെ, അതിനുശേഷം ജെൻഡർ റാദർ നോട്ട് സേ എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നെക്സ്റ്റ് കൊടുക്കാം. ഇതിനുശേഷം നമുക്ക് എന്താ പറയാ, നമുക്ക് ഗൂഗിളിന്റെ വെരിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ഇപ്പൊ തന്നെ നമുക്ക് ഒരു സെൻഡ് എന്നുള്ളൊരു ഇത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ഡിജിറ്റ് വെരിഫിക്കേഷൻ കോഡ് നമുക്ക് കിട്ടും. ആ വെരിഫിക്കേഷൻ കോഡ് അടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നെക്സ്റ്റിലോട്ട് പോകാൻ പറ്റും. സോ എൻ്റെ ഈ ഒരു ഫോൺ നമ്പറിലേക്ക് ഇപ്പോൾ ഒരു വെരിഫിക്കേഷൻ കോഡ് വന്നിട്ടുണ്ടാവും. അതെടുത്ത് നമ്മൾ ഇതിൻ്റെ കൊടുക്കുക. നമുക്ക് വെരിഫിക്കേഷൻ കോഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പം ആ വെരിഫിക്കേഷൻ കോഡ് ഇതിൽ നമ്മൾ കൊടുക്കാവുന്നതാണ്. ഇത് വെരിഫിക്കേഷൻ കോഡ് കൊടുത്തു. അത് ഫോണിലേക്ക് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഏത് ഫോൺ നമ്പർ ആണോ ആ ഫോൺ നമ്പറിലേക്ക് നിങ്ങൾക്ക് വെരിഫിക്കേഷൻ കോഡ് കിട്ടും. എന്നിട്ട് വെരിഫൈ കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് അത് കോൾ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിലും ആ വെരിഫിക്കേഷൻ കോഡിന് വേണ്ടി ഒരു കോഡ് വരും. അത് ആ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. സോ ഞാനിപ്പം SMS ആയിട്ട് പറഞ്ഞിട്ടതുകൊണ്ട് നമുക്കത് കിട്ടിയിട്ടുണ്ട്. യെസ് ഐ മീൻ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. സോ ഐ എഗ്രി കൊടുക്കുക. ഇപ്പൊ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ലേൺ വിത്ത് ജോയിഷ് എന്ന് പറഞ്ഞ ജിമെയിൽ അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ലോഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലോഗോ അതിനകത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ആയി കഴിഞ്ഞു.
അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു പ്രൊഫഷണൽ ആയിട്ട് നമുക്ക് ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഫോർ ബിസിനസ് പർപ്പസിന് വേണ്ടി. ഓക്കെ, സോ നിങ്ങൾ ഇതുപോലെ ഈ ഒരു പ്രൊസീജിയർ അനുസരിച്ച് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യം ഫസ്റ്റ് നമ്മളൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ജിമെയിൽ അക്കൗണ്ട് ഇല്ലാത്ത ആളുകളാണെങ്കിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക.